ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹേബൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നതിലൂടെ തന്നെ നമുക്കത് ഒരു പിക്ചറായിട്ട് വെക്കുകയെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അതിനാണല്ലോ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പം നമുക്ക് ആദ്യം തന്നെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് നേരെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നത് തന്നെ നമ്മളിപ്പോൾ മൂന്നാറിലോട്ട് പോകാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. ഈ ഒരു ഇയറിൽ തന്നെ നമുക്ക് പോയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാറിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ ഫോണ്ടുള്ളത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ള ഏതെങ്കിലും ചൂസ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ സിമിലർലി ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ള പിക്ചർ എടുത്ത് ഇതാ സൈഡിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്താൽ അത് നേരെ നമ്മുടെ ഗാലറിയിലോട്ട് വരും. ഇതിപ്പോൾ നമ്മൾ ട്രാവലിൻ്റെ കേസാണ് നോക്കിയത്. ബാക്കി എന്താണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പിക്ചർ ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകണമെന്നാണെങ്കിൽ ആ ഒരു ജിമ്മിൻ്റെ ഇമേജ്, അല്ലാന്നാണെങ്കിൽ നമുക്കൊരു ടേബിൾ മേക്ക് ഓവർ, എസ്തെറ്റിക് റൂം, അല്ലാന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ അത്, ഡ്രൈവിങ്, അങ്ങനെയൊക്കെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിൻ്റെ പിക്ചർ, ആ ഒരു പിക്ചർ കാണുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവണം, അങ്ങനെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജസിൻ്റെ ഒക്കെ ടെക്സ്റ്റ്, അല്ലാന്നാണെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് നമ്മളോട് തന്നെ പറയാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതായത് കുറച്ചുകൂടി ഡള്ളായിരിക്കുന്ന ടൈമിൽ ഒന്നുകൂടെ മോട്ടിവേറ്റഡ് ആവാൻ പറ്റിയ കോഡ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടതാണ് 2026. അത് നല്ലൊരു ഫോണ്ട് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. 2026 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല ഫോൺസും കാര്യങ്ങളൊക്കെ വരും. അതിലിഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ വിഷൻ ബോർഡ് ഒന്നുകൂടെ ക്യൂട്ട് ആക്കണം, എസ്തെറ്റിക് ആക്കണം എന്നൊക്കെ ആണെങ്കിൽ അതുപോലെയുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യണ പ്രോസസ്സൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഞാനിപ്പോൾ പറഞ്ഞതല്ല വേറെയും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണെങ്കിൽ അതൊക്കെ നമ്മൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനെയുള്ള സിമിലർലി ആയിട്ടുള്ള ഇമേജസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാം. ദെൻ എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഏറെക്കുറെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ക്യാൻവയാണ്. ഇനി അതല്ല ഇൻഷോട്ട് യൂസ് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കതിൽ നേരെ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഷീറ്റാണോ വേണ്ടത് അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ A3 സൈസ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കതിൽ ആവശ്യമില്ലാത്ത ഫോൺസ്, ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഡിലീറ്റ് ആക്കി കൊടുക്കുക. ആ ഒരു ഷീറ്റ് പ്ലെയിൻ ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇനി അതിൻ്റെ താഴെ ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലാന്നാണെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഗാലറിയിലുള്ള പിക്ചറൊക്കെ അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലിഷ്ടമുള്ള പിക്ചറൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒരു മൂലക്കോട്ട് വെച്ചെടുക്കുക. സെപ്പറേറ്റ് 1 by 1 ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ കാണിച്ചത്. അല്ലാന്നാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ഓക്കെ ആണ്. മാക്സിമം ഒരു 30 ഫോട്ടോസ് എന്തോ ഒരുമിച്ച് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെറുതാക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സംഭവങ്ങൾ ഒന്നുകൂടെ വലുതാക്കി വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വലുതാക്കി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഒന്നുകൂടെ ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതെല്ലാം കൂടി ഒരു ഷീറ്റിൽ ഇൻക്ലൂഡഡ് ആവണമല്ലോ. ഞാൻ A3 ഷീറ്റിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഏറെക്കുറെ ഫോട്ടോസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന് മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഇത് പ്രിന്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ പ്രിന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. അതിൽ വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇനി അതല്ല നമ്മൾ ഗാലറിയിൽ വെക്കാനാണെങ്കിൽ PNG ആയിരിക്കും നല്ലത്. അല്ലാതെ PDF ഫോർമാറ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഏതാ വേണ്ടത് ചൂസ് ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതെന്താ സംഭവം? വാ ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് തന്നെ നോക്കിയാൽ നമ്മുടെ കഫേ തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണാം. അതുകൊണ്ട് തന്നെ സംഭവം വളരെ ഈസി ആയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യലും കഴിഞ്ഞു, പ്രിന്റ് ചെയ്യലും കഴിഞ്ഞു. നമ്മൾ എഡിറ്റ് ചെയ്തത് A3 ഷീറ്റ് ആയതുകൊണ്ട് ബാക്കി കുറച്ച് പോർഷൻസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്, അതുപോലെ ക്രിസ്മസിന് ഒരു ജേണൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാരും ശ്രദ്ധിക്കേണ്ട. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഇനി നമുക്ക് ഈ വിഷൻ ബോർഡിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് ഈസ് എ കോളേജ് ഓഫ് ഇമേജസ്, വേർഡ്സ് ആൻഡ് അഫിലിയേഷൻ റെപ്രസെൻറ്റിംഗ് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. എനിക്കും ആദ്യം മനസ്സിലായിരുന്നില്ല, പിന്നെ ഇപ്പോൾ കുറച്ച് മനസ്സിലായി.
സംഭവമൊന്നുമില്ല. നമ്മുടെ ഗോൾസും ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോസ്, അതുപോലെ വേർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊളാഷ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഇപ്രാവശ്യത്തെ ഒരു വിഷൻ ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് ആദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കും കൂടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം നമ്മളിത് സെർച്ച് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും പ്രിന്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മളെ ഡ്രീംസ് ആണല്ലോ, നമ്മുടെ ഗോൾസ് ആണല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അതിൽ തന്നെ നമുക്ക് പകുതി മുക്കാലും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ്. എന്തായാലും ഒരു പുതിയ ഇയർ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മളൊരു മോട്ടിവേറ്റഡ് ആക്കാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ച സംഭവങ്ങൾ, കോഡ്സും കാര്യങ്ങളൊക്കെ, അതുപോലെ ഇമേജസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ബോർഡാണ്. ബോർഡില്ലാന്ന് വെച്ചാൽ കാർഡ്ബോർഡ് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്താൽ വെച്ചാൽ മതി, അല്ലാന്നാണെങ്കിൽ ജേർണൽ ചെയ്യുന്ന ബുക്കിൽ ചെയ്താലും മതി. ഇനി നമ്മുടെ ഇമേജസും കോഡ്സ് ഒക്കെ അതിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. ഇനി അഥവാ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ വരണ്ടായിരുന്നു, ഇവിടെ മതി എന്ന് തോന്നുകയാണെങ്കിലോ, അപ്പൊ ആദ്യം തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട പിക്ചേഴ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പിക്ചേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കോഡ്സ്, അതുപോലെ നമ്മുടെ സ്റ്റിക്കേഴ്സ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ 2026 പകരം 2025 ആയിരുന്നു പ്രിന്റ് എടുത്തത്. സത്യം പറയാലോ, ഞാൻ ആ ഒരു സംഭവം ശ്രദ്ധിച്ചതേ ഇല്ല. പക്ഷെ ഞാനിങ്ങനെ ഓരോരോ പിക്ചേഴ്സും കോഡ്സ് ഒക്കെ വെക്കുമ്പോൾ ഈ ഒരു വർഷമെങ്കിലും ഇതൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് 2025 ഞാൻ കാണുന്നത്. അപ്പൊ അതൊന്ന് മാർക്കർ വെച്ച് ശരിയാക്കി കൊടുത്ത് മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം ഫൈനലി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന അത്രത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം ഇത് എൻ്റെ ഗോൾസ് ഒക്കെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഗോൾസ് വെച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം തോന്നുക. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറയാലോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഞാൻ ആ ഒരു ബോർഡിനെ ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് ഫെയറി ലൈറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എടുത്തു വെച്ചാൽ പോരല്ലോ, ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണ്ടേ. അത് ചിലപ്പോൾ ആ നോക്കുന്ന ടൈം രാത്രിയാണെങ്കിലും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ലൈറ്റ് കൂടി വെച്ച് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഫൈനലി. അപ്പൊ നമ്മുടെ 2026 വിഷൻ ബോർഡ് ഇങ്ങനെയാണ് ഫൈനലി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ. ലൈറ്റ് കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ആദ്യത്തേനേക്കാളും നല്ല ഭംഗിയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ ഇത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.